കൊല്ലത്ത് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ KSU നേതാക്കൾ ഹണി ട്രാപ്പിൽപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതി KSU ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുവിന്റെ പരാതിയിൽ കൊല്ലം ഇരവിപുരം പോലീസ് 3 KSU നേതാക്കൾക്കെതിരെ കേസെടുത്തു. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദു കൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി രാജ്കുമാർ ഉണ്ട്. രാജ്കുമാർ, KSU നേതാക്കൾ തന്നെ KSU നേതാക്കളെ ഹണി ട്രാപ്പിൽ പെടുത്തുക, എന്താണ് ഇവിടെ ഉണ്ടായത്? അതായത് 1 മുതൽ 3 വരെ പ്രതികൾ, അതായത് KSUവിൻ്റെ ഈ പറഞ്ഞ 3 പേർ, അതായത് 2 പേർ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഒരാൾ അൻവർ ജില്ലാ പ്രസിഡന്റുമാണ്. അതാണ് ഈ 1 മുതൽ 3 വരെ പ്രതികൾ. ഈ FIRന്റെ കോപ്പിയാണ് ഞാൻ വായിക്കുന്നത്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ആവലാതിക്കാരൻ, അതായത് ആഷിഖ് ബൈജു, അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം കളങ്കപ്പെടുത്തണമെന്നും ഭീഷണിപ്പെടുത്തി അന്യായ ധനസമ്പാദനം നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി 1-ാം പ്രതി 2-3 പ്രതികളുടെ പ്രേരണയോടെ 9-ാം തീയതി, അതായത് 9/12/2024 വൈകിട്ട് 4:48 വാട്സപ്പ് കോൾ ചെയ്ത ശേഷം ടിയാൻ പരസ്ത്രീ ബന്ധമുള്ള ആളാണെന്നും പൊതുജീവിതം തകർക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് ടിയാൻ അപമാനിക്കുകയും പല പ്രാവശ്യം തന്നെ തിരുവനന്തപുരത്ത് വെച്ച് അപരാധിക്കാരൻ ബലാത്സംഗത്തിന് ഇരയാക്കി എന്നൊരു സ്ത്രീ ആരോപിക്കുന്ന വോയിസ് ക്ലിപ്പ് അയച്ചു കൊടുക്കുകയും ചെയ്തു. പ്രതികൾ കൃത്യത്തിന് പരസ്പരം ഉത്സാഹികളും സഹായികളുമായി പ്രവർത്തിച്ചു എന്നാണ് FIRൽ പോലീസ് ആരോപിക്കുന്നത്. ഇതിൽ സുപ്രധാനമായ കാര്യം, ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് ഈ KSUവിൻ്റെ പരാതിക്കാരനായിട്ടുള്ള ആഷിഖ് ബൈജു എന്ന് പറയുന്നത്. അദ്ദേഹത്തെ നിരന്തരമായി ഈ 3 പേർ ചേർന്ന് പീഡിപ്പിക്കുന്നു എന്നാണ്. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ഹണി ട്രാപ്പ് എന്നീ വിഭാഗത്തിൽ പെടുത്താവുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഈ നേതാക്കൾ ഈ പറഞ്ഞ അവരുടെ ഒരു ഗ്രൂപ്പ് വൈരാഗ്യം. അത്തരം ഒരു പ്രശ്നങ്ങളുടെ പേരിൽ ഒരു യുവാവിൻ്റെ ജീവിതം തന്നെ തകർക്കാൻ ശ്രമിച്ചു എന്നൊരു പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നതും അതനുസരിച്ച് കൊല്ലം ഇരവിപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഇന്ന് അല്പസമയത്തിനകം KSUവിൻ്റെ ജില്ലാ മാർച്ച് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കുണ്ട്. അതിൽ ഈ ജില്ലാ പ്രസിഡന്റ് പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന ജില്ലാ പ്രസിഡന്റ് അൻവർ തന്നെയാണ് ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാജ്കുമാർ, ഇവിടെ ഈ ഗ്രൂപ്പ് വൈരാഗ്യമാണ് ഇങ്ങനെ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതല്ലേ? തീർച്ചയായിട്ടും ഇതിൽ ഈ ഗ്രൂപ്പ് വൈരാഗ്യം എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്. ഇത് നേരത്തെ തന്നെ ഇതിൽ ഒരാൾ തന്നെ മർദ്ദിച്ചു എന്ന് ആരോപിച്ച് ഇതിൽ തന്നെ ഒരാൾ കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിൽ പോയി കിടക്കുകയും സ്വയം, അതായത് തന്നെ അദ്ദേഹത്തിന് വീണ് പരിക്കേറ്റതിന് അവന് അത് മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർ ചേർന്ന് തന്നെ ആക്രമിച്ചു എന്ന് വരുത്തി തീർത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുമൊക്കെ ആയിട്ട് ഇത് കണക്റ്റഡ് ആണ്. ഇതിലൊരു പൂർവ്വ വൈരാഗ്യമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് പോര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അതൊരു വാക്കാൽ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് മാത്രമല്ല, കൊലയ്ക്ക് തന്നെ പേരുകെട്ടതാണ് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് പോര്. തൃശ്ശൂരിൽ ഉൾപ്പെടെ നമ്മളത് കണ്ടതാണ്. അത് താഴെ തട്ടിലും സജീവമായി ഇപ്പോഴും കോൺഗ്രസിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പിക്ചർ കൂടിയാണ് നമുക്കിപ്പോൾ ഈ സംഭവത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായി കാണുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഇത് പ്രകടമാണ്. നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നതെല്ലാം ഗ്രൂപ്പ് പോരിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.